ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധതരം അംബ്രല്ല മെഷീനിലും സിംഗിൾ മെഷീനിലും ഉപയോഗിക്കുന്ന ഫൂട്ടുകളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കാണാത്തവരൊക്കെ സ്റ്റിച്ചിങ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ടൊരു നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. 290-ൻ്റെ നൈറ്റി ബിറ്റാണ്, കോട്ടൺ നൈറ്റി ബിറ്റാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ് കഫ്താൻ നൈറ്റി. ഒരൊറ്റ കട്ടിങ്ങേ വരുന്നുള്ളൂ, നെക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് കട്ടിങ് വരുന്നത്. കഫ്താൻ നൈറ്റിൽ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്ന നല്ല വശത്താണ്, കാരണം നല്ല വശത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ നൈറ്റി തുണിയുടെ വീതി വശം ഇതാണ്, ഇത് നീളവശം. നമ്മൾ ആദ്യമേ ഇങ്ങനെ വീതി വശത്തേക്ക് ഇങ്ങനെ മടക്കി ഇട്ടെടുക്കുകയാണ് തുണി. പിന്നീട് നമ്മുടെ ലെങ്തിന് ആവശ്യമായിട്ട് നീളത്തിൽ ഇങ്ങനെ മടക്കിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. മടക്ക് വശം എൻ്റെ നേർക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മടക്ക് വശമാണ് വരുന്നത്. നമ്മളിവിടെ പ്രത്യേകിച്ച് ഷോൾഡർ ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ മടക്ക് വശത്തിനായിട്ടാണ് നമ്മൾ ഷോൾഡറെല്ലാം മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് ലെങ്തിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 53 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 54 ഇഞ്ച് ലെങ്തിലുള്ള തുണിയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് 54 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നിന്നും ഞാൻ ടേപ്പ് വെച്ച് 54 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം 2 ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസാണ്. എക്സ്ട്രാ ആയിട്ട് ഇത്രയും തുണി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തുണിയിലേക്ക് അളവുകൾ മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു കഫ്താൻ നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ടേപ്പ് മുകളിൽ നിന്നും ആ മടക്ക് വശത്ത് നിന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈ മടക്ക് വശത്തായിട്ട് അവിടെ നിന്നും താഴേക്ക് വീണ്ടും 9.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെയും കിട്ടുന്നതിനായിട്ട് ഇവിടെ നിന്നും നമ്മൾ 9.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഈ പോയിൻറ്റുകൾ ചേർത്തൊരു ലൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ സ്ലീവ് റൗണ്ട്, ഫുൾ റൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം 10 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ 3 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ നിന്നും ഈ 7 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. പിന്നീട് ഇവിടെ നിന്നും നമുക്കിങ്ങനെ അങ്ങ് ചരിച്ചിങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. താഴ്വശത്ത് നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അറ്റഭാഗം ഇങ്ങനെ തൂങ്ങി താഴേക്ക് നിൽക്കും. അത് ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് വേണ്ടുന്ന നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് 1/4 ഇഞ്ച് കുറച്ച് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആദ്യം ബാക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെയും 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തൊരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾക്കിനി റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം.
പിന്നീട് ഫ്രണ്ട് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അവിടെയും നമ്മളൊരു ബോക്സ് കൂട്ടിങ്ങനെ വരച്ചെടുത്തതിന് ശേഷം അവിടെ ഒരു വി നെക്ക് കൂട്ടത്തെ ഒരു നെക്കാണ് നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. ആദ്യം നമ്മളിവിടെ ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ച് ബാക്ക് നെക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഫ്രണ്ട് നെക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്വശത്ത് 1.5 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതൊന്ന് ആ വരച്ച അതിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് കുഴിച്ചിങ്ങനെ ഒന്ന് വരച്ചെടുക്കുവാണ്. എന്നിട്ട് ഈ ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ വശത്തേക്കും കൂടെ ഈ സ്ലീവിൻ്റെ ഒക്കെ വിട്ട് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്പുറത്തേക്കും ഈ കൈവച്ചിങ്ങനെ ഇവിടെ എവിടെയാണോ ചോക്കിൻ്റെ പാട് വരുന്നത് അവിടെ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതേ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴേക്ക് വരും തോറും വീതി കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ വശത്തും നല്ല വശത്ത് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ആ അളവിൽ തന്നെ. അങ്ങനെ നമ്മുടെ കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ നെക്ക് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല വശമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്രോസ് പീസിൻ്റെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം അറിയാനായിട്ടൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. നമ്മൾ ക്രോസ് പീസിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്നത് കൂട്ട് വിട്ടതിന് ശേഷം നമ്മൾ ആ നോച്ചിട്ട ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കി വെച്ച് നെക്കിൻ്റെ ചുറ്റിലൂടെ ഇങ്ങനെ മടക്കി വെച്ച് ഈ നെക്കിൻ്റെ വലിച്ചു പിടിക്കാതെ നെക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്ത് തുണിയുടെ നല്ല വശത്താണ് നമ്മളിപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചുറ്റിനും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. കട്ടിങ് ഇട്ടതിന് ശേഷം നമുക്കിനി ക്രോസ് പീസ് ഒന്ന് പതിച്ച് വെച്ചടിക്കണം. ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ക്രോസ് പീസിലൂടെ ഇങ്ങനെ ഒന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മളിവിടെ ക്രോസ് പീസിൽ ഇങ്ങനെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ചുറ്റിനും. ഇനി നമുക്ക് ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് 1/4 ഇഞ്ച് വീതിയിലൊന്ന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ച് ക്രോസ് പീസിൻ്റെ സൈഡിലൂടെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡറിൻ്റെ അവിടെ നിന്ന്. ഇനി നമുക്ക് വീണ്ടും ഈ തുണി നേരത്തെ മടക്കിയിട്ടതുപോലെല്ലാം നെക്കെല്ലാം കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ തുണി നേരത്തെ മടക്കിയിട്ടതുപോലെല്ലാം നെക്കെല്ലാം കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് ലെങ്ത് ഇപ്പുറത്തെ വശത്തേക്കും മാർക്ക് ചെയ്തെടുക്കാം. 15 ഇഞ്ച് തന്നെ ഇപ്പുറത്തെ വശത്തേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത് ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. അവിടെ നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ബോബിൻ ഇലാസ്റ്റിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ബോബിൻ ഇലാസ്റ്റിക് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ ഈ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് 1/4 ഇഞ്ച് നീക്കി 4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും 15 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തെടുത്ത് ബോബിൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത അതിലൂടെ അവിടെ ഒരു ലൈൻ വരച്ചല്ലോ, അതിലൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊരു പിന്നീട് 1/4 ഇഞ്ച് വീതിയിൽ 3 എണ്ണം കൂടെ നീക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ബോബിൻ ഇലാസ്റ്റിക് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ നല്ല വശത്തൂടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്നും വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കാരണം നമുക്കിവിടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ നമ്മളിവിടെ. അതുകൊണ്ട് കറക്റ്റ് താഴെ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് വേണം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കാനായിട്ട്. അങ്ങനെ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
അങ്ങനെ നമ്മളിവിടെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴ്വശത്തു നിന്നുമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, പിന്നീട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കി ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കഫ്താൻ നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ നെക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ഗോൾഡൻ കളറിലെ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ ബോബിൻ ഇലാസ്റ്റിക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.